അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റമളാനു ഉമ്മത്തി, വിശുദ്ധമായ റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാനിൻ്റെ ഈ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നാം ധാരാളമായിട്ട് നാം ചോദിക്കുക. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നാം ചോദിക്കുകയും ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയരുത് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം റമളാൻ എന്ന വാക്കിനർത്ഥം എല്ലാ പാവങ്ങളെയും കരിക്കുക എന്നാണ്. അങ്ങനെ നാം പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാനെ നാം മുതലാക്കുകയും മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പെടുത്തതായ പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് ലഭിക്കുന്നത്. ഹലാലായ ഭക്ഷണം കൊണ്ട് ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പെടുത്തതായ പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ വിശുദ്ധമായ റമളാനിൽ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തും നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നതാണ്. മൊത്തം കാരുണ്യത്തെ അല്ലാഹു തആല 100 വിഭജിക്കുകയും അതിൽ 99 പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരു ഒറ്റ കാരുണ്യം വെച്ചാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, തള്ളപ്പക്ഷികളിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം, ഇവകളെല്ലാം ഒരൊറ്റ ഒരു കാരുണ്യം മാത്രമാണ്. ബാക്കി കാരുണ്യങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. നാം മനസ്സിലാക്കിക്കൊണ്ട് നാം കാരുണ്യങ്ങൾ ചെയ്യുക. ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക. നമ്മുടെ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ചൂട്ടത്തെ അല്ലാഹു തആല പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാൻ നമുക്ക് അനുകൂലമായി ശുപാർശ ലഭിക്കുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.